സൺഡേസ് ഹോളിഡേ എന്നാണല്ലോ. അപ്പോൾ രാവിലെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഇതാട്ടോ. പിള്ളേരെല്ലാവരും ഫുട്ബോൾ കളിക്കുക. നമ്മളും പണ്ട് ഇതുപോലൊക്കെ ആയിരുന്നില്ല, ഞായറാഴ്ച ആകാൻ നോക്കിയിരിക്കും പോയി ക്രിക്കറ്റ് കളിക്കാനും അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാനൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞാൽ സൺഡേ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണികളുള്ള ദിവസമായിരിക്കില്ലേ. ഒരാഴ്ചത്തെ മുഴുവൻ തുണി ഒരുമിച്ച് അലക്കുക, പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി കഴുകിയിടുക, പിന്നെ രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡ് കൂടെ ഒരുമിച്ച് കഴിക്കുക. അങ്ങനത്തെ കുറേ കലാപരിപാടികളും ഒരുമാതിരിപ്പെട്ട എല്ലാ ബാച്ചിലേഴ്സിനും ഉണ്ടാവും. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഇലയിൽ ഊണ് കഴിക്കണം എന്ന് ആലോചിച്ചു. അപ്പം ഇവിടെ അടുത്തായിട്ട് വീട്ടിലൂടെന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല തൂശൻ ഇലയിൽ നല്ലൊരു കറിയും പിന്നെ തോരനും അച്ചാറും ചമ്മന്തിപ്പൊടിയും പപ്പടവും. ഈ ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേവറേറ്റ് സാധനം കേട്ടോ. നല്ല ചെമ്മീൻ ചമ്മന്തി കേട്ടോ. പിന്നെ കുത്തിരി ചോറും. ഇവിടെ അടുത്ത് അങ്ങനെ എല്ലാ ഹോട്ടലിലും കുത്തിരി ചോറ് കിട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല ചൂട് ചോറ് ആ ഇലയിലേക്ക് ഇട്ടിട്ട് അതിന് നടുക്കൊരു കുഴിയൊക്കെ കുടിച്ച് കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ച് പിന്നെ ആ പപ്പടം കൂട്ടിയൊക്കെ പൊടിക്കണം. അതിൻ്റെ ടേസ്റ്റ് വേറെ മോനെ. പിന്നെ വിശന്നിരിക്കുവാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ആ പപ്പടം എടുത്തൊക്കെ പൊടിച്ച് ഒരു ഇളക്കിയും കഴിക്കണം. പിന്നെ നല്ല മൊരിഞ്ഞൊരു ചാളയുടെ ഉണ്ടെങ്കിലോ മതി. ഊണിന് പിന്നെ വേറെ ഒരു സാധനം വേണം. ഇത്രയും സാധനം കിട്ടിയ പിന്നെ സന്തോഷം. പിന്നെ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്ന് അത്രയൊക്കെ ഉള്ളൂ.